ഇസ്രായേൽ ആഭ്യന്തര തകർച്ചയിൽ എന്ന് റിപ്പോർട്ട്. അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ സാധിക്കാത്തതും മേഖലയിൽ സുരക്ഷിതത്വം ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കാത്തതും വലിയ വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. സർവ്വ മേഖലയും ഇറാൻ ആക്രമിക്കുന്നു. എവിടെയും സുരക്ഷിതമില്ലാത്ത സാഹചര്യങ്ങളാണ്. സൈനിക മേധാവികളെ കേന്ദ്രീകരിച്ചുകൊണ്ടും സൈനിക മേധാവികളുടെ താമസ കേന്ദ്രങ്ങളും അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഭാവിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ആ രാജ്യത്തിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ സുരക്ഷിതത്വം നൽകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. സ്കൂളുകൾക്ക് അവധിയാണ്. റോഡുകളെല്ലാം വിജനമായ രീതിയിലാണ് നിലനിൽക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളെല്ലാം അടിച്ചുപൂട്ടിയിരിക്കുന്നു. സ്വതന്ത്രമായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള ഭയപ്പാടുണ്ട്. ബങ്കറുകളിൽ എത്ര കാലം എന്ന് വെച്ച് ജീവിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബങ്കർ സംവിധാനം ഇസ്രായേലിൽ ഇല്ല. ഓരോ വീടുകൾക്ക് അകത്തും അതോടൊപ്പം തന്നെ പബ്ലിക് മേഖലയിലൊക്കെയാണ് ബങ്കറുകൾ ഉള്ളത്. അത് രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ഈ ബങ്കറിൽ താമസിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രയൊന്നും സൗകര്യത്തോടു കൂടിയുള്ള ബങ്കറുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ പോലെയുള്ള ഒരു അടച്ചിട്ട റൂം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഭക്ഷണം പാകം ചെയ്യുക, മറ്റു സൗകര്യങ്ങളൊക്കെ വലിയ പ്രയാസമാണ്. അതോടൊപ്പം തന്നെ സൈറം കേൾക്കാത്ത ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും ഇപ്പോഴത്തെ നിലവിൽ ഈ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പേടി ഉണ്ടാക്കാൻ അത് മതിയായ കാരണമാണ് എന്ന് വിലയിരുത്തുന്നു. ഓവുചാലിൽ പോലും ജനങ്ങൾ താമസിക്കുന്ന സ്ഥിതിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 10,000-ലധികം ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു, വീട് തകർന്നു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉയർന്ന ബിൽഡിങ്ങുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഫ്ലാറ്റ് ലൈഫായതുകൊണ്ട് അത് തകർന്നോട് കൂടിയിട്ട് അവർക്ക് വീടില്ലാത്തൊരവസ്ഥയായി. അത്തരം 10,000-ലധികം ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളത്, 10,000-ലധികം ആളുകളല്ല പറഞ്ഞത്, 10,000-ലധികം കുടുംബങ്ങൾ, അവർക്ക് സുരക്ഷിതത്വം നൽകുക എന്ന് പറഞ്ഞാൽ മുമ്പ് കാലത്തൊക്കെ കൃത്യമായ രീതിയിൽ ചെയ്യായിരുന്നു. നിരന്തരം യുദ്ധം നടക്കുന്ന, അപകടം നടക്കുന്ന, പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഇത്രയും ആളുകൾക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. ആയതിനാൽ തന്നെ പല ആളുകളും ബങ്കറുകൾക്ക് പകരം ഓവുചാലിൽ അഭയം തേടുന്നു എന്ന റിപ്പോർട്ടാണ്. തെരുവുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട, യാത്രയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സൗകര്യങ്ങളെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. എയർപോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷന്, ബസ് സ്റ്റേഷന്, റെയിൽവേ സ്റ്റേഷന്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, വെള്ള ടാങ്ക്, സർവ്വ മേഖലയും സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതിനെ അതിജീവിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വലിയ പ്രയാസമുള്ള കാര്യമാണ്. യുദ്ധം നിർത്തുക എന്ന് പറഞ്ഞാൽ പരാജയമാണ്. യുദ്ധം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നഷ്ടവുമാണ്. അപ്പോൾ എങ്ങനെ ചെയ്യണം, എവിടേക്ക് എത്തിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ അവർക്ക് അഭിപ്രായ വ്യത്യാസമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ അകത്ത് കയറിയിട്ട്, അല്ലെ ഇസ്രായേലിൻ്റെ അകം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ആക്രമണം നടക്കുന്നത്. മാത്രമല്ല പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം അത് ഇതിൻ്റെ അകത്ത് കയറി പൊട്ടിത്തെറിച്ചുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് മുൻപൊന്നും ഇല്ലാത്തതാണ്. പരിചിതമില്ലാത്ത ഒരു അക്രമത്തെയാണ് തങ്ങളിപ്പോൾ നേരിടുന്നത് എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു. അവിടുത്തെ IDF സംഘങ്ങൾ, അവിടുത്തെ പ്രായമുള്ള ആളുകളൊക്കെ 100 വയസ്സ് 90 വയസ്സുള്ള ആളുകളൊക്കെ പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഉള്ളത്. ഈ ഇവിടുത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ലോകോത്തര ഗവൺമെൻറ്റാണ്, വലിയ സംഭവമാണ് എന്നൊക്കെ അവർ തന്നെ കൊട്ടിഘോഷിക്കുകയായിരുന്നു. ഞങ്ങളത് വിശ്വസിച്ചു, ലോകം അത് വിശ്വസിച്ചു. എന്നാൽ സിമ്പിളാണ് ഇവരില്ലാതാക്കുക എന്നുള്ളത്. ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് 4 മിസൈൽ വന്നതോടുകൂടി തന്നെ രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. പരമാവധി ആളുകളൊക്കെ ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു. അമേരിക്കയുടെ പൗരന്മാരായിരിക്കും 25,000 ആളുകൾ അങ്ങനെ അവരുടെ രാജ്യത്തേക്ക് അഭയം തേടി പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇരട്ട പൗരത്വമുള്ളവരെല്ലാം ഇസ്രായേലിൻ്റെ പൗരത്വം റദ്ദ് ചെയ്യുകയാണ്. യൂറോപ്യൻ രാജ്യത്തോ അമേരിക്കൻ രാജ്യത്തോ പൗരത്വമുള്ളവർ ആ പൗരത്വം ഇനി ഭാവിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കലുഷിതമായിരിക്കും. തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ അവസാനിച്ചാൽ പോലും ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം. തലമുറകൾക്ക് പോലും മുറിവേൽക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ ഗസക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് ജൂത വിഭാഗങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നു. റബ്ബിമാരായിരിക്കുന്ന അവിടുത്തെ മത കാര്യസ്ഥ വിഭാഗങ്ങളോട് സൈന്യത്തിൽ ചേരാൻ വേണ്ടി പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വലിയ വിഷയങ്ങൾ ഇതിനിടയിലുണ്ടായിരുന്നു. അവർ മതസംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പ്രബോധനം നടത്തുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും സൈനിക സേവനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അത് റദ്ദാക്കിക്കൊണ്ട് അതിൽ ചേരണമെന്നാണ് സർക്കാർ പറഞ്ഞത്. അതിൻ്റെ കാര്യം പറയുന്നത് വലിയ രീതിയിലുള്ള പോരായ്മകൾ, സൈനികരുടെ പോരായ്മ രാജ്യത്തുണ്ട്. അതുകൊണ്ട് അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് എന്നതിനാൽ അത് സഹകരിക്കണമെന്നാണ് അവർ പറഞ്ഞത്.
അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ വലിയ വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. നിലവിലെ സാഹചര്യം സങ്കീർണമാണ്. ആഭ്യന്തര അരക്ഷിതാവസ്ഥ ഉള്ള ഒരു രാജ്യമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ആ ഭാഗത്തുനിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.